ഹോബിട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ കംപ്ലൈൻ്റ് ആകുന്ന ഇൻഡക്ഷൻ കുക്കറുകൾ നമുക്ക് തന്നെ എങ്ങനെ സ്വന്തമായിട്ട് സർവീസ് ചെയ്യാം, അതും ഒരു സോൾഡറിങ് പോലും ചെയ്യാതെ തന്നെ. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളെ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ലോക്കൽ മാർക്കറ്റുകളിൽ സുലഭമായി കിട്ടുന്ന ഒരു ഇൻഡക്ഷൻ മദർ ബോർഡാണ്. അപ്പോൾ നമ്മൾ സർവീസിനായി ഇവിടെ ചെയ്യുന്നത് കംപ്ലൈൻ്റ് ആയിട്ടുള്ള, അതായത് ശരിയാക്കാൻ പറ്റാത്ത ഇൻഡക്ഷൻ മദർ ബോർഡ് മാറ്റിയിട്ട് തൽസ്ഥാനത്ത് നമുക്ക് ഈ മേടിക്കുന്ന പുതിയ മദർ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 2200 വാട്ടിൻ്റെ ഒരു ഇൻഡക്ഷൻ മദർ ബോർഡാണ്. ഇതിനേക്ക് ഏകദേശം 400 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കവറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ കവർ തുറക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കാണുന്നത് അതിൻ്റെ ഒരു യൂസർ മാനുവലും, ഇതിൽ ഇൻഡക്ഷൻ കുക്കറിൻ്റെ അല്ലെങ്കിൽ മദർ ബോർഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കീപാഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മദർ ബോർഡ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പഴയ കീപാഡ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ മദർ ബോർഡിന് മാച്ചാകുന്ന കീപാഡാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് പഴയ കീപാഡിലെ പോലെ തന്നെ എല്ലാ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഡക്ഷൻ്റെ വാട്ട്സ് കൂട്ടാനും കുറയ്ക്കാനും, അതേപോലെ തന്നെ ഫങ്ഷൻ നമുക്ക് ഓരോന്നും മാറ്റി എടുക്കാനും, വോൾട്ട്, കറണ്ട് എല്ലാം കാണിക്കുന്ന. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ്. നല്ല സേഫായിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കവറ് നമ്മൾ മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം മദർ ബോർഡ് എന്ത് ക്വാളിറ്റി ഉള്ളതാണെന്ന്. അത്യാവശ്യം നല്ല കമ്പോണൻസ് തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ PCB ആണെങ്കിൽ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള PCB ആണ്. ഓക്കെ, 2200 വാട്ടിൻ്റെ മദർ ബോർഡാണ്. മദർ ബോർഡ് നമ്മൾ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ കുറച്ച് കണക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് നമുക്ക് അസംബ്ലിങ് ടൈമിന് നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെയുള്ളത് ഇതേപോലെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടാവും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീപാഡ് നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ല ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു V-ഗാർഡിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കർ കംപ്ലൈൻ്റ് ആണ്, സർവീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ മദർ ബോർഡ് മാറ്റിയിട്ട് നമ്മൾ പുതിയ മദർ ബോർഡിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന അതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കുറച്ച് സ്ക്രൂസൊക്കെ ഉണ്ട്, അതൊന്ന് അഴിക്കാം. ഇത്രയും സ്ക്രൂ അങ്ങ് അഴിച്ചു മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബാക്ക് കവറും ഫ്രണ്ട് കവറും തമ്മിൽ വേർപെടുത്താൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ അകവശം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം ഇൻഡക്ഷൻ കോയിലുണ്ട്, അതേപോലെ തന്നെ ഫാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 3 സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കോയിൽ നമ്മുടെ മദർ ബോർഡിൽ നിന്ന് അഴിച്ചു മാറ്റാം. അതിനുശേഷം 2 സ്ക്രൂ അങ്ങ് ഊരിക്കഴിഞ്ഞാൽ മദർ ബോർഡും നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിനകത്ത് ആവശ്യമുള്ളത് ഈ ഫാൻ വേണം, അതേപോലെ തന്നെ AC കണക്ട് ചെയ്യാനുള്ള വയർ വേണം, പിന്നെ ഈ ഇൻഡക്ഷൻ കോയിലും വേണം. ബാക്കി മദർ ബോർഡും കീപാഡൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇൻഡക്ഷൻ കോയിൽ നമുക്ക് ആദ്യം ഊരിയെടുക്കാം. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കോയിൽ മദർ ബോർഡിൽ നിന്ന്, പഴയ മദർ ബോർഡിൽ നിന്ന് വേർപെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് അറേഞ്ച്മെൻ്റ് ആണ്. നമ്മുടെ പുതിയ മദർ ബോർഡ് ഇതിനകത്ത് ഇരിക്കാനുള്ള സ്പേസ് നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പോൾ ആദ്യം നമ്മുടെ മദർ ബോർഡ് നമ്മുടെ ക്യാബിനുള്ളിൽ ഒന്ന് വെച്ച് നോക്കുക.
സേഫായിട്ടിരിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കുക. ഇതിനകത്ത് നമുക്ക് കാണാൻ കുറേ സ്ക്രൂയിങ് പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു 2-3 എണ്ണം നല്ലവണ്ണം കിട്ടുന്ന രീതിയിൽ നമ്മുടെ പൊസിഷൻ ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നോക്കുക, ഏതെങ്കിലും ഒരു 2-3 സ്ക്രൂയിങ് പോയിൻ്റ് നമ്മുടെ മദർ ബോർഡിന് ഉറപ്പിക്കാവുന്ന രീതിയിൽ കിട്ടുന്നുണ്ടോ നോക്കുക. അതിനുശേഷം ആ പോയിൻ്റൊക്കെ അങ്ങ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ 2 വശങ്ങളിലായിട്ട് 2 സ്ക്രൂയിങ് പോയിൻ്റ് കിട്ടി. അത് സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഞാൻ ടൈറ്റ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, മദർ ബോർഡ് അനങ്ങാതിരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഫാനിൻ്റെ കണക്ഷൻ നമുക്ക് ആദ്യം കൊടുക്കാം. ഈ പിന്നാണ് ഫാനിൻ്റെ കണക്ഷൻ. അപ്പോൾ അവിടെ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. 18 വോൾട്ടിൻ്റെ ഫാൻ കണക്ട് ചെയ്യാനുള്ളൊരു പോയിൻ്റാണത്. അവിടെ എഴുതിയിട്ടുണ്ട് 18 വോൾട്ട് ഫാൻ. അപ്പോൾ അവിടെ നമുക്ക് ഫാനിൻ്റെ കണക്ഷൻ കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടുള്ള കറണ്ടിൻ്റെ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അത് AC കണക്ട് ചെയ്യുന്ന വയർ നമുക്കതിൻ്റെ ലോക്കിംഗ് പൊസിഷനിൽ വയ്ക്കുക. അതിനുശേഷം ഫേസും ന്യൂട്രും കറക്റ്റായിട്ട് വേണം ഇൻഡക്ഷൻ കുക്കറിലോട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും ലൈൻ, അതേപോലെ തന്നെ ന്യൂട്രൽ, 2 പോയിൻ്റാണുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഫ്ലഗ് പോയിൻറ്റിൽ 3 പിൻ ടോപ്പ് വന്നിരിക്കുന്നത്. എർത്ത് ഇതിനകത്ത് വേണ്ട, അത് ആവശ്യമില്ല. പിന്നെ കണക്ഷൻ ഒരിക്കലും തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 3 പിൻ ടോപ്പ് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതാദ്യം നമുക്ക് കണ്ടുപിടിക്കണം. അതിനായിട്ടൊരു മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുന്ന പോയിന്റിലോട്ട് ഇട്ട ശേഷം 3 പിൻ ടോപ്പിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആദ്യം വയ്ക്കുക. നമ്മുടെ വയറിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് പ്രകാരം റൈറ്റ് സൈഡിൽ ഫേസും ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രലും ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നോക്കുക, ബ്രൗൺ വയറാണ് നമ്മുടെ AC വരുന്ന വയർ, അതായത് ഫേസ് വയർ. അടുത്തത് ന്യൂട്രൽ, അതായത് ബ്രൗൺ ഫേസും ബ്ലൂ ന്യൂട്രും. ഇങ്ങനെ നമുക്കത് കണ്ടുപിടിച്ചെടുക്കാം. അതിനുശേഷം അത് കണക്ട് ചെയ്യുന്ന കറക്റ്റ് രീതിയിൽ തന്നെ കണക്ട് ചെയ്യുക. ലൈനിലോട്ടും ന്യൂട്രലിലോട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പ്രധാനമായി 2 കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഒന്ന് ഫാനിൻ്റെതും, രണ്ടാമത് AC കൊടുക്കുന്ന കണക്ഷൻ. അടുത്തതായി നമുക്ക് ഇൻഡക്ഷൻ കോയിൽ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഇൻഡക്ഷൻ കോയിലിൻ്റെ കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഇത് രണ്ടും. അപ്പോൾ ഇതിന് പൊളാരിറ്റി ഒന്നുമില്ല. ഇത് കറക്റ്റായിട്ടിരിക്കുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. അതുകൂടാണ്ട് ഇതിൻ്റെ കൂടെയുള്ള ഒരു ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഒരു വയറുണ്ട്. അത് അതിൻ്റെ കണക്ഷനിൽ തന്നെ കൊടുക്കുക. അത് നമ്മുടെ ബോർഡിൽ കാണിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ സെൻസർ എന്ന്. അതവിടെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ 2 സ്ക്രൂ എടുത്തിട്ട് ഇൻഡക്ഷൻ കോയിൽ നമുക്ക് മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യാം.
ഹീറ്റിംഗ് കോയിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുക. പിന്നെ ഈ കണക്ഷൻ തമ്മിൽ ടച്ചാകാതെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അടുത്തതായിട്ട് ഇനി ഇൻഡക്ഷൻ കോയിൽ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വയ്ക്കുക. അതിനുശേഷം മദർ ബോർഡും ഇൻഡക്ഷൻ കോയിലും തമ്മിലുള്ള സ്പേസിങ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക. ഇൻഡക്ഷൻ കോയിൽ ഒരിക്കലും മദർ ബോർഡിൽ ടച്ച് ആകരുത്, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഡക്ഷൻ കോയിൽ മദർ ബോർഡിൽ ടച്ച് ആകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇതിൻ്റെ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യുക. താഴെ മദർ ബോർഡിൻ്റെ ഹീറ്റ് സിങ്കിന് അല്പം ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇൻഡക്ഷൻ കോയിൽ മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കോയിലിൻ്റെ ഹൈറ്റ് അല്പം കൂടി കൂട്ടുക. അതിന് വേണ്ടിയിട്ട് സ്പേസറൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമ്മുടെ കേസിൽ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന കണക്ഷനെല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ ഫാൻ ഒന്ന് കറക്കി നോക്കുക, അതിൻ്റെ ലീഫ് എവിടെയെങ്കിലും മുട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അടുത്തതായിട്ട് നമുക്കിന് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഫ്രണ്ട് പാനൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് മൊത്തം ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതിനുശേഷം ഫൈനലായിട്ട് ഇതിൻ്റെ കവർ ഉപയോഗിച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് പാനൽ അതിൻ്റെ മുകളിലായിട്ട് ഉറപ്പിക്കുകയും ചെയ്യാം. ആദ്യം നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കവർ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച ശേഷം കീപാഡ് എവിടെയെങ്കിലും സേഫായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കുക. ഇനി നമുക്കിതൊന്ന് ഓണാക്കി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഇത് ഓണാക്കുന്ന സമയത്ത് ഓഫ് എന്ന് ഇതിൽ എഴുതി കാണിക്കുന്ന കാണാം. റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഓണാക്കാം. അപ്പോഴിത് 2200 വാട്ട്സ് എന്ന് എഴുതി കാണിക്കുന്നു. അതിനുശേഷം കൂട്ടാനും കുറക്കാനുമുള്ള ബട്ടണൊക്കെ പ്രസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ എല്ലാ ബട്ടണും പ്രസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, കീപാഡെല്ലാം നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളം ചൂടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ വേപ്പർ വരുന്നത് കാണാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം വെള്ളം പതുക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട് ഫുള്ള് കവർ അസംബ്ലിങ് ചെയ്യാം. അതേപോലെ തന്നെ കീപാഡ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതേ ഇൻഡക്ഷൻ കുക്കർ ഞാൻ കവറൊക്കെ ക്ലോസ് ചെയ്തു. അതേപോലെ തന്നെ കീപാഡൊക്കെ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തു. അത് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതൊരു ഇൻഡക്ഷൻ കുക്കറും ഇതേപോലെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് റിപ്പയർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ
ഹോബിട്രോണിക്സ് ചാനൽ തുടർന്നും നല്ല നല്ല വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.